വളരെ ഗൗരവമായ കുറ്റം ഒരിക്കലും യദു ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ഈ പറയുന്ന മേയറും MLA-യും ഗവൺമെന്റ് ജീവനക്കാരന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തി എന്നുള്ള കുറ്റം ഗൗരവമായി നിലനിൽക്കുക തന്നെ ചെയ്യും. അത് നോൺ കോമ്പൗണ്ടബിൾ ആയ ഒഫൻസ് ആണ്. അതിൽ ട്രയൽ ഈ പറയുന്ന MLA-ക്കും അതുപോലെ തന്നെ മേയർക്കും നേരിടേണ്ടി വരും. നമസ്കാരം. കേരളത്തിൻ്റെ നീതിന്യായ രംഗത്തും കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തും ഏറെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ആളാണ് അഡ്വക്കേറ്റ് ആളൂർ. ട്രെയിനിൽ ഗോവിന്ദച്ചാമിയാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ കേസിൽ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായിക്കൊണ്ടാണ് ആളൂർ ആദ്യം കേരളത്തെ ഞെട്ടിച്ചത്. എന്നാൽ അന്ന് ആളൂർ പറഞ്ഞത്, ഞാൻ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പം തന്നെയാണ്, പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് വക്കാലത്തുമായി എത്തുന്ന ആളുകളുടെ പ്രതീക്ഷയെ ഞാൻ തട്ടിക്കളയാറില്ല. അതുകൊണ്ട് ഒരേ സമയത്ത് ഇരയ്ക്കൊപ്പം ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ അടുത്ത് വക്കാലത്തുമായി എത്തിയ ആൾക്ക് വേണ്ടി ഞാൻ വാദിക്കുകയും ചെയ്യുന്നു എന്നൊരു ന്യായമാണ് ആളൂർ അന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വച്ചത്. അതിനുശേഷം പെരുമ്പാവൂരിൽ ജിഷ കൊല്ലപ്പെട്ട കേസിലും അന്യസംസ്ഥാന തൊഴിലാളിയായ അമീറുൽ ഇസ്ലാം അതിക്രൂരമായി ജിഷയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിലും അമീറുൽ ഇസ്ലാമിന് വേണ്ടി ഹാജരായതും അഡ്വക്കേറ്റ് ആളൂർ തന്നെയാണ്. എന്നും വിവാദങ്ങളുടെ കൂട്ടുകാരനായിരിക്കാൻ, വിവാദങ്ങളുടെ തോഴനായിരിക്കാനാണ് ആളൂർ ശ്രമിച്ചിട്ടുള്ളത്. അഥവാ ഹൈലി സെൻസേഷണലായിട്ടുള്ള കേസുകളിലാണ് ആളൂരിൻ്റെ ശ്രദ്ധ പതിയാറുള്ളത്. പിന്നീട് ആലുവയിൽ ഒരു അന്യദേശ തൊഴിലാളിയുടെ മകൾ, കേവലം 7 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി അന്യസംസ്ഥാന തൊഴിലാളിയാൽ തന്നെ പീഡിപ്പിച്ച് ക്രൂരമായി ചതുപ്പിൽ ചവിട്ടി താഴ്ത്തി കൊല ചെയ്യപ്പെട്ടപ്പോൾ ആളൂർ അന്നാണ് ആദ്യമായി മനസാക്ഷിക്ക് അനുസൃതമായി സംസാരിച്ചത്. ഇനി ഇത്തരം വിവാദങ്ങളിലേക്ക് എന്തായാലും ഞാനില്ല. തീർച്ചയായും ഇത് അപലപിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ആലുവയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ എന്നാണ് അന്ന് ആളൂർ പറഞ്ഞത്. ഇപ്പോൾ ഏറെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ MLA-യും ഉൾപ്പെട്ട ഒരു വിവാദത്തിലാണ് ആളൂർ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. KSRTC ജീവനക്കാരനായ യദുവും തിരുവനന്തപുരം മേയറായ MLA-യും MLA-യുടെ ഭർത്താവായ സച്ചിൻ ദേവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം ജംഗ്ഷനിൽ വച്ചുണ്ടായ വാക്ക് തർക്കങ്ങളെ തുടർന്ന് ഇപ്പോൾ ആ കേസ് കോടതി കയറിയിരിക്കുന്നു. അധികാരസ്ഥാനത്തിലിരിക്കുന്ന മേയറുടെയും MLA-യുടെയും വാക്കുകൾ കേട്ട് കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തിയ പോലീസുകാർ KSRTC-യിലെ ജീവനക്കാരനായിരുന്ന താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവിനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നിരുത്തുകയും പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ജാമ്യത്തിൽ വിടുകയും ചെയ്തത്. എന്നാൽ അതേസമയം യദു കന്റോൺമെൻറ്റ് പോലീസിന് കൊടുത്ത പരാതിയിൽ യാതൊരു തരത്തിലും ഒരു നടപടിയും മേയർക്കെതിരെയോ സച്ചിൻ ദേവ് MLA-ക്കെതിരെയോ കൈക്കൊള്ളുകയുണ്ടായില്ല. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് കന്റോൺമെൻറ്റ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ FIR എടുത്തത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ യദു നൽകിയിരുന്ന ഹർജി പ്രകാരം മേയർക്കെതിരെയും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് MLA-ക്കെതിരെയും കേസെടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തിരുവനന്തപുരം മേയർ ആര്യക്കെതിരെയും സച്ചിൻ ദേവ് MLA-ക്കെതിരെയും നിരവധി കുറ്റകൃത്യങ്ങൾ ചുമത്തി പോലീസ് കേസെടുക്കാൻ വേണ്ടി ഒരുമ്പിടുന്നു. കോടതിയുടെ കടുത്ത നിർദ്ദേശമാണ് ഈ കാര്യത്തിൽ പോലീസിനുണ്ടായത്. എന്നാൽ ഈ വിഷയത്തിൽ മേയറുടെ ഭാഗത്തു നിന്നും സച്ചിൻ ദേവിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാണ് ആളൂർ ഇപ്പോൾ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖ സംഭാഷണത്തിലാണ് ആളൂർ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ബസ് ഓടിക്കുന്നതിനിടയിൽ ഒരു കാരണവശാലും ഔദ്യോഗിക യാത്രയിലല്ലാത്ത, ഔദ്യോഗിക വാഹനത്തിലല്ലാത്ത MLA-യും മേയറെയും യദു എന്ന KSRTC ബസിൻ്റെ ഡ്രൈവർ തിരിച്ചറിയുന്നില്ല. അത് അയാളുടെ കുറ്റമല്ല. ഈ അവസരത്തിലാണ് അയാളുടെ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്തുകൊണ്ട് സീബ്ര ലൈനിൽ MLA-യുടെ വാഹനം കുറുകെ കൊണ്ടുവന്നിട്ട് വാഹനത്തിലെ യാത്രക്കാരെ നിർബന്ധപൂർവം ഇറക്കിവിട്ട് വാഹന ഗതാഗത തടസ്സം ഉണ്ടാക്കി
KSRTCയുടെ ട്രിപ്പ് മുടക്കി, KSRTCക്ക് നഷ്ടമുണ്ടാക്കി, KSRTCയുടെ താൽക്കാലിക ജീവനക്കാരനായ യദുവിൻ്റെ ജോലി മുടക്കി അയാളുടെ കൃത്യനിർവഹണത്തിന് കാരണക്കാരായി. ഇതുപോലെ നിരവധി കുറ്റങ്ങളാണ് ആളൂർ ഇപ്പോൾ ഇവരുടെ പേരിൽ ചുമത്തുന്നത്, ആരോപിക്കുന്നത്. ഇതെല്ലാം നഗ്നമായ നിയമലംഘനം തന്നെയാണ്. എന്തുകൊണ്ടാണ് യദു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസ് എടുക്കാതിരുന്നത് എന്നുകൂടി ആളൂർ വ്യക്തമായി എടുത്തു പറയുന്നു. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിയമപരമായ വീഴ്ച തന്നെയാണെന്നും ആളൂർ ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായും ഈ കേസിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മേയർക്കും സച്ചിൻ ദേവ് MLAയ്ക്കും എതിരെ കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകും. അവർ ഈ കേസിൽ കൃത്യമായും പരാജയപ്പെടും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ആളൂരിൻ്റെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളൂർ ഒരു മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യദുവിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അഥവാ യദുവിൻ്റെ ഭാഗത്താണ് ഇക്കാര്യത്തിൽ ന്യായം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആളൂർ തൻ്റെ സംഭാഷണം ഉടനീളം തുടർന്നു കൊണ്ടുപോയത്. ആളൂരിൻ്റെ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സർ, KSRTC ഡ്രൈവർ യദുവും മേയറുമായിട്ടുള്ള വിഷയം ഇപ്പോൾ മേയർക്കും MLAയ്ക്കും ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. കോടതി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് പോലീസിനോട് കേസ് എടുക്കാനായിട്ട്, ഈ പൊതുവാഹനം തടഞ്ഞതിനും അതുപോലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനുമൊക്കെ. എന്നാൽ ഇതിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ കേസിന്റെ മുമ്പോട്ടുള്ളൊരു ഗതി എങ്ങനെയായിരിക്കും? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേയർ, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഒരു MLA, ഇവർ അവരുടെ ഇത്രയും വലിയ ഉന്നത സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഒരു വശം. രണ്ട്, ഈ പറയുന്ന MLAയെയും അതുപോലെ മേയറെയും ഈ പറയുന്ന ബസ് ജീവനക്കാരനായ ഡ്രൈവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ രണ്ട് വശങ്ങളൊന്നും കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ മേയറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അവരുടെ ആ പദവിക്കും അവരുടെ ആ ഔന്നത്യത്തിനും എതിരായ ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെയുള്ള KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തി അതിലെ ജീവനക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അവരുടെ ജോലിക്ക് ഭംഗം വരുത്തുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി 353 വകുപ്പ് അനുസരിച്ച് ഒരു ഗവൺമെന്റ് സർവന്റിന്റെ ജോലിയെ തടസ്സപ്പെടുത്തിയതിനെ കേസെടുക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കേസുകളാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനുമെതിരെ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ ജീവനക്കാരനായിട്ടുള്ള യദു എന്ന് പറയുന്ന ഡ്രൈവർ കൊടുത്ത കേസ്, മറ്റൊന്ന് വേറെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കൊടുത്ത കേസ്. അപ്പോൾ ഈ രണ്ടു കേസും അന്വേഷണ വിധേയമായിട്ട് പോലീസ് അന്വേഷണം നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇയാൾക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മേയറെയും അതുപോലെ തന്നെ MLAയെയും മോശമായ രീതിയിൽ പെരുമാറി, അവരോട് സംസാരിച്ചു, അവരുമായി വഴക്കുണ്ടാക്കി എന്നുള്ള ഒരു സാഹചര്യം, അവരെ വണ്ടിക്ക് വളരെ സുഗമമായ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ തടഞ്ഞു എന്നാണ് അവരുടെ ആക്ഷേപം. അതുകൊണ്ടാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരു മേയറെ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഒരു MLAയെ തിരിച്ചറിയാത്ത ജനങ്ങളാണ് അല്ലെങ്കിൽ സമൂഹമാണ് ഇന്ന് നിലകൊള്ളുന്നത്. നാളെ മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രി വന്നാലും ഞാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതും ശരിയായ രീതിയല്ല എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഇവരുടെ കുരുക്ക് ഇനി അഴിയാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വളരെ ഗൗരവമായ രീതിയിലാണ് കോടതി ഇതിനെ കണ്ടിരിക്കുന്നത്. ഒരു മേയർ താഴത്തിറങ്ങി ഒരു KSRTC ജീവനക്കാരനെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറുന്നു. അതൊക്കെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന പാഠം എന്താണ്? ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നാളെ ഇവരുടെ ഈ ഉന്നത സ്ഥാനത്തിന് എന്ത് മഹത്വമാണുള്ളത്? മേയർ എന്ന് പറയുന്നത് തിരുവനന്തപുരം മേയർ എന്നൊക്കെ പറയുമ്പോൾ ഈക്വലൻ ടു ഒരു മിനിസ്റ്ററുടെ അതേ പദവിയുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അവർ ഇവിടെ കാണിച്ച പ്രവൃത്തികൾ തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയാണ്. അതുകൊണ്ടാണ് കോടതി നടപടിയെടുത്തത്. 353 വകുപ്പ് അനുസരിച്ച് അന്ന് തന്നെ പോലീസ് കേസെടുക്കണമായിരുന്നു. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട്. സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് KSRTC ജീവനക്കാരനെതിരെ മാത്രം കേസെടുക്കുകയും ഇവർക്കെതിരെ കേസ് എടുക്കാതിരിക്കുകയും ചെയ്ത് നടപടിയും
നിയമപരമായി ശരിയല്ല എന്നാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവര് സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനമല്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, ഈ MLA-യും മേയറും ചെയ്തതും ഗുരുതരമായ നിയമ ലംഘനമാണല്ലോ, ഈ സിബ്ര ലൈനിൽ വണ്ടി നിർത്തിയതടക്കം. അപ്പൊ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണല്ലോ ഇത് ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നതും പിന്നീടാണ് ഈ മെമ്മറി കാർഡ് ഇപ്പോൾ നഷ്ടമായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ആ ഭാഗത്തേക്കാണ് വരുന്നത്. തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റം കൂടി ഈ MLA-യും മേയറും കൂടി ചെയ്തിട്ടുണ്ട്. കാരണം വളരെ മോശപരമായ രീതിയിലാണ്, നമുക്ക് രണ്ടു വശം പറയേണ്ടിയിരിക്കുന്നു. വളരെ മോശകരമായ രീതിയിലാണ് ഈ ഡ്രൈവർ, KSRTC ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. സമൂഹത്തിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് മോശം ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഇവരുടെ താങ്കൾ പറയുന്നത് പോലെ ഇവരുടെ ഔദ്യോഗിക വാഹനമല്ലായിരുന്നു. അപ്പോൾ ഒരു പക്ഷെ തിരിച്ചറിയാൻ സാധ്യമല്ലായിരിക്കാം. അങ്ങനെ ആയിരുന്നാൽ പോലും ഇവരുടെ പ്രവൃത്തി, ഇവർ ഒരു പ്രവൃത്തി ചെയ്തതിനു ശേഷം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മെമ്മറി കാർഡ് കാണുന്നില്ല. അവിടെയാണ് സ്വാധീനം, പോലീസിന്റെ സ്വാധീനവും മറ്റുള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ തെളിവ് നശിപ്പിക്കൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായിട്ടുള്ള MLA-യും തീർച്ചയായിട്ടും തെളിവ് നശിപ്പിക്കുന്ന കുറ്റത്തിൽ കൂടി ഉത്തരവാദിയാണ്. ഒരു ഗവൺമെന്റ് സർവന്റിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതിന് ഉപരിയായിട്ട്, മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കുറ്റം കൂടി അവർ ചെയ്തിരിക്കുന്നു. പക്ഷെ അതിന് പോലീസിന്റെ ഒത്താശയും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസ് വന്ന സമയത്ത് തന്നെ രണ്ടുപേർക്കെതിരെയും കേസെടുത്ത് ഒരു നിഷ്പക്ഷമായ അന്വേഷണമാണ് പോലീസ് നടത്തേണ്ടിയിരുന്നത്. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് പോലീസ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ജീവനക്കാരനെതിരെ മാത്രം കേസെടുത്ത് മറ്റ് കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നത്. ഈ ഡ്രൈവർ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഡ്രൈവറുടെ കൗണ്ടർ പരാതി ആയതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ പോലീസ് ഇത്തരം ഒരു നിലപാടെടുത്തതിനെതിരെ ഇനി പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ അപ്പം നേരിടേണ്ടി വരുമോ ഇനി തുടർന്ന് അങ്ങോട്ട്? തീർച്ചയായിട്ടും സാധാരണ ഇങ്ങനെ കേസുകൾ അടിയുണ്ടായാലും ഇടിയുണ്ടായാലും ബലാത്സംഗം നടന്നാലും പോലീസ് പറയുന്ന ഒരു ഭാഷ്യമാണ് ഇത് സിവിൽ നേച്ചറാണ്. ഇവിടെ 353 എന്ന് പറയുന്ന വലിയൊരു ഒഫൻസ് നടന്നിട്ട് അത് സിവിൽ നേച്ചറായി തള്ളാതിരുന്നത് എന്തോ ഭാഗ്യം. കേസെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ സംയോജിതമായ ഒരു ഇടപെടലാണ് പോലീസ് എന്ന് പറയുന്ന നിഷ്പക്ഷമായിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഇവിടെ പോലീസും ഈ സ്വാധീന വലയത്തിൽപ്പെട്ടു. അപ്പോൾ അത്തരം പോലീസുകാർക്കെതിരെയും നടപടി എടുക്കേണ്ടിയിരുന്നു. ഇവര് ഈ പറയുന്ന ഡ്രൈവർ തീർച്ചയായിട്ടും ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടത്. അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ നടപടി ഹൈക്കോടതി എടുക്കുമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് മാത്രം ഫയൽ ചെയ്തുകൊണ്ട് കേസ് എടുക്കണം, അത് കൗണ്ടർ കേസായാലും യഥാർത്ഥ കേസായാലും ആ കേസ് എടുക്കണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായിരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ അന്വേഷണ മധ്യേ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. എന്തു വന്നാലും മേയറുടെ ഭാഗത്തു നിന്നും MLA-യുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഭാഗം. രണ്ട്, ഈ KSRTC ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി വളരെ മിതമായ രീതിയിലല്ല വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു പൊതുജന അഭിപ്രായവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തി അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ഒരു അഭിഭാഷക നിലയിൽ. ഇപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ സ്ത്രീ എന്നുള്ളൊരു പരിഗണന അവർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് നിയമപരമായി മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ യദുവിന്റെ, അതായത് ഡ്രൈവറിന്റെ അഡ്വക്കേറ്റ് തന്നെ പറയുന്നുണ്ട് ഈ എന്ത് ആംഗ്യമാണ് കാണിച്ചത്, എവിടെ വെച്ചാണെന്ന് പരാതിയിലൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി തുടർന്ന് അങ്ങോട്ട് കേസ് പോകുമ്പോൾ എത്രത്തോളം ആയിരിക്കും ഈ യദുവിന് അനുകൂലമായിട്ട് വരുമോ അതോ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു? ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇത്. ഒരു വീടിനുള്ളിലോ അല്ലെങ്കിൽ സ്വകാര്യമായ ഒരു സ്ഥലത്തോ ഉണ്ടായ ഒഫൻസ് അല്ല, പൊതുജനങ്ങളുടെ മധ്യത്തിലുണ്ടായ ഒരു ഒഫൻസ് ആണ്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷികളുണ്ട്. സാക്ഷികൾ അനുകൂലമായി പറയുമോ പ്രതികൂലമായി പറയുമോ എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. എന്നിരുന്നാൽ പോലും
പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഇത്തരത്തിൽ അശ്ലീലമായ ചൊവ്വ നടത്തി എന്ന് പറയുന്നപ്പോൾ ആനന്ദബോസ് ഗവർണർക്ക് അടക്കം അതുപോലെ തന്നെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾക്കടക്കം ഇത്തരത്തിലുള്ള അപായകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നും പറഞ്ഞ് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി പല രീതിയിലും പല വ്യക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്ത്രീ പീഡനമാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ മോശകരമായ രീതിയിൽ പെരുമാറുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. വെറും നവജാത ശിശുവിനെ കുഴിച്ചു മൂടുന്ന സ്ത്രീകളടക്കം സമൂഹത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് പൊതുജനങ്ങളുടെ മധ്യത്തിൽ നടന്ന ഒരു കാര്യം അത് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അതിന് തെളിവുണ്ടാവുകയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നതായിരിക്കും. വളരെ ഗൗരവമായ കുറ്റം ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ഈ പറയുന്ന മേയറും MLA-യും ഗവൺമെന്റ് ജീവനക്കാരന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തി എന്നുള്ള കുറ്റം ഗൗരവമായി നിലനിൽക്കുക തന്നെ ചെയ്യും. അത് നോൺ കോമ്പൗണ്ടബിൾ ആയ ഒഫൻസ് ആണ്. അതിൽ ട്രയൽ ഈ പറയുന്ന MLA-ക്കും അതുപോലെ തന്നെ മേയർക്കും നേരിടേണ്ടി വരും.